അസ്സലാമു അലൈക്കും. ഇന്ന് ഒരു വീഡിയോ ചെയ്യണം എന്ന് കരുതിയിട്ട് വന്നിരിക്കുകയാണ്. അതായത് ഇന്ന് ചെയ്യുന്ന വീഡിയോ ഏതാണെന്നറിയോ? നമ്മളെ റിഷ മൊയ്തു ഫാമിലി അവരെക്കുറിച്ചൊരു വീഡിയോ. ഇന്നലെ വൈകുന്നേരത്ത് ഞാൻ അവരെക്കുറിച്ച് ഒരു വീഡിയോ കണ്ടു. അവരതല്ല, വേറൊരാളിട്ട വീഡിയോ. അത് കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ, റിയാക്ഷൻ വീഡിയോ ആണോ ചെയ്യണത് അല്ല വേറെന്തെങ്കിലും വീഡിയോ ആണോ ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് ഓരോ പുള്ളികളും കറക്റ്റായിട്ട് എഴുതി വായിക്കുന്നത് മാതിരിയാണ് അവർ പറയുന്നത്. റിഷ മൊയ്തുവിന് 6 മക്കളുണ്ടായി. അത് ഈ കാലഘട്ടത്തിൽ വളരെ കുറവുള്ള ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാകുന്നുള്ളൂ. അത് ശരി തന്നെയാണ്. 2010, 11, 12 കാലഘട്ടത്തിലൊക്കെ നാം 2 നമുക്ക് 2 എന്നുള്ള മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ചിരുന്ന കാലം ആയിരുന്നു. പിന്നെ എന്തുകൊണ്ട് അങ്ങനെ എന്ന് എനിക്കറിയില്ല. കാരണം എന്താ വെച്ചെങ്കിൽ, അത് ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളുണ്ടല്ലോ. ഒരു പക്ഷേ ഇങ്ങനെയൊന്നും ആവും എന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ല. കാരണം 5-6 മക്കളാണെങ്കിലും നമുക്ക് അധ്വാനിച്ച് അവരെ വളർത്തിക്കൊണ്ടുവരാം എന്നുള്ളൊരു ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്തത്. പിന്നെ അവരെ സംസാരങ്ങളും ഇതൊക്കെ കേട്ടാൽ തന്നെ അറിയാം, അങ്ങേയറ്റം വരെ അള്ളാനെ പേടിച്ച് ജീവിക്കുന്ന ഒരാൾക്കാരാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഈ യൂട്യൂബിലൊക്കെ വന്നതിനനുസരിച്ച് ചില സംസാര രീതികളും പ്രവർത്തികളൊക്കെ മാറിനിപ്പോൾ എത്രയോ ആളുകൾ റിഷാനെ കുറ്റം പറയുന്നുണ്ട്. ഒരു തള്ളാര വർത്താനം എന്ന് പറഞ്ഞിട്ട്. അത് ഓരോരുത്തർ പഠിച്ചു വന്നതാണത്. ഓരോരുത്തരുടെ കുടുംബത്തിൽ നിന്നും പഠിച്ചു വരുന്നതാണ് അവർ പറയുന്നത്. പിന്നെ അവർ പറഞ്ഞ മറ്റൊരു കാര്യം, നമ്മൾ ജന്മം നൽകുന്ന മക്കൾ നമ്മളെ ഉത്തരവാദിത്തമാണ്, നമ്മളെ ബാധ്യതയാണ് എന്നുള്ളതാണ്. അത് ശരിയാണ്. നമ്മളെ മക്കൾ നമ്മളെ ബാധ്യത തന്നെയാണ്, മറ്റൊരാളെ ബാധ്യതയല്ല. പക്ഷേ റിഷ ഒരു സ്ഥലത്തും എൻ്റെ മക്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് ഒരു GPay നമ്പർ ഇട്ടിട്ടോ വേറുള്ള വകയിലോ ഒരു പൈസ വാങ്ങുന്നതായോ പിരിക്കുന്നതായോ ഞാൻ കാണുന്ന വീഡിയോകളാണ്, എനിക്കറിയില്ല. പിന്നെ ആരെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടതോ വല്ലതും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിയിട്ടുണ്ടാവാം. പക്ഷേ ഒരു യൂട്യൂബ് ചാനൽ വന്നിട്ട് എൻ്റെ മക്കളെ എനിക്ക് വളർത്താൻ നിവൃത്തിയില്ല, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് എൻ്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാനും വസ്ത്രം വാങ്ങിക്കാനും ഇത് തന്നേ പറ്റുള്ളൂ എന്ന് അവൾ പറയുന്നതായിട്ട് ഞാനൊരു വീഡിയോ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞത് മാതിരി തന്നെ കൊടുക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ കണ്ടറിഞ്ഞ് കൊടുക്കുന്നവരായിരിക്കാം. പിന്നെ ഇപ്പോൾ സിലു ടോക്സ് വന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. അവരാണെങ്കിലും എല്ലാം അന്വേഷിച്ചിട്ടൊക്കെ തന്നെ വന്ന് വീഡിയോ എടുക്കുള്ളൂ. അവരെ അയൽവക്കക്കാരും അവരെ മഹല്ലും അവരെ മെമ്പർമാരും എല്ലാവരെയും അന്വേഷിച്ചിട്ടുണ്ടാവും. കാരണം പെട്ടെന്ന് ഒരാൾ പറയുന്നു എന്ന് പറഞ്ഞിട്ട് വേഗം ഓടി വന്നിട്ട് അങ്ങോട്ട് സഹായം ചെയ്യുന്ന കാലഘട്ടമൊക്കെ മാറിപ്പോയി. ഇപ്പോൾ ഒക്കെ ഏകദേശമൊക്കെ കുറച്ച് അന്വേഷിച്ചിട്ട് തന്നെ ചെയ്യുന്നുണ്ടാവുള്ളൂ. പിന്നെ അവരുടെ മക്കളെ അവർ നോക്കണം, അതാണ് ബാധ്യത എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഈ 6 കുട്ടികളുള്ളത് കാരണം ചിലപ്പോൾ ചെറിയ കുട്ടികൾക്ക് ഒരുപാട് ചെറുപ്പമായിരിക്കാം കുട്ടികൾക്ക്. അതുകൊണ്ട് കുട്ടികളെ ഇട്ടിട്ട് അവൾക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. എന്നാലും അവൾ വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ജോലികൾ അവൾ ചെയ്യുന്നുണ്ട്. പിന്നെ അവളെ ഉമ്മാക്ക് സ്റ്റോക്ക് വന്നിരിക്കുകയാണ്, കാരണം ഉമ്മാനെയും നോക്കണം. പണിക്ക് പോയി ജീവിച്ചൂടെ എന്ന് ചോദിക്കുന്ന നമ്മൾ മറ്റൊരു വശം കൂടി നമ്മൾ ചിന്തിക്കണം. സ്റ്റോക്ക് വന്ന ഉമ്മ കൂടെ ചെറിയ കുട്ടികൾ കൂടെ. അപ്പോൾ ഇത് രണ്ടും വിട്ടിട്ട് എങ്ങനെ ജോലിക്ക് പോകുന്നുള്ളത് ഇത് ഒരു ചിന്തയും ഉണ്ടാകുമല്ലോ അവർക്ക്. അപ്പോൾ നമുക്കെന്താന്നേ, അവർക്ക് കൊടുക്കുന്നവരെ അന്വേഷിച്ച് പിടിച്ച് കൊടുക്കുകയാണെങ്കിൽ കൊടുത്തോട്ടെ, ജീവിച്ചോട്ടെ. 5-6 മക്കളല്ലേ, എങ്ങനെയെങ്കിലും ജീവിച്ച് പോയിക്കോട്ടെ. ഇനിയിപ്പോൾ ഒരു വാടക റൂമിലാണെങ്കിലും, കാരണം അത്രയ്ക്ക് ഈ വാടക റൂമിലേക്ക് പോകുന്നതിനും പ്രശ്നമില്ല, സന്തോഷത്തോടെ ജീവിക്കാം എന്നൊക്കെ തന്നെ എനിക്ക് തോന്നിയത്. പക്ഷേ എനിക്ക് തോന്നണില്ല അവർക്ക് 97,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും അവർക്ക് മാസം മാസം ഈ നമ്മളെല്ലാവരും ഉദ്ദേശിക്കുന്ന അത്ര ഒരു ഏണിങ്സ് അതിന് കിട്ടുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ, ഒരിക്കലും അങ്ങനെ ഒരു ഏണിങ്സ് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീയും ഇത്രത്തോളം ടെൻഷൻ അനുഭവിക്കേണ്ടി വരില്ല. വീട് ഇപ്പോൾ
ബാങ്ക് ജപ്തി നിന്ന് ഒഴിവാക്കാൻ വേണ്ടി വീട് അങ്ങോട്ട് വിറ്റിട്ട് നമ്മൾ വാടക വീട്ടിലേക്ക് പോകുകയാണെങ്കിൽ എന്താ നമുക്ക് പ്രശ്നം, എന്താ മാസം മാസം നമുക്ക് ഏണിങ്സ് വരും, അതെന്നെടുത്ത് വാടക അങ്ങ് കൊടുത്താൽ പോരെ എന്നേ ചിന്തിക്കുള്ളൂ. പക്ഷെ അതിലില്ലായിരിക്കാം, നമുക്കറിയില്ലല്ലോ, ഉണ്ടോ ഇല്ലയെന്ന് നമുക്കറിയില്ലല്ലോ. പിന്നെ നമ്മൾ തന്നെ ഒരു കണക്ക് കൂട്ടൽ വെച്ചിട്ട് ഇത്ര കിട്ടുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഇത്ര കിട്ടുന്നുണ്ട്, പിന്നെ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ എന്ന് നമ്മൾ ചോദിക്കാൻ ശരിയില്ല. നമുക്ക് സത്യസന്ധത അറിഞ്ഞുകൂടാ, സത്യമായത് എന്താണെന്ന് നമുക്കറിയില്ല. പിന്നെ നമ്മൾ അധ്വാനിച്ചിട്ടാണ് ജീവിക്കുന്നത്, നമുക്ക് മക്കളുണ്ട്, നമ്മൾ വാടക കൊടുത്തിട്ടാണ് ജീവിക്കുന്നത്, നമ്മളെ ഭർത്താക്കന്മാർക്കും നമ്മളെ കുടുംബത്തിനും നമ്മളാണ് കുടുംബം നോക്കണമെന്നൊക്കെ പറയാം. പക്ഷെ അതൊക്കെ അങ്ങനെ ആവട്ടെ, അൽഹംദുലില്ലാ, നല്ലത് തന്നെ. കാരണം മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടാതെ നമുക്ക് അധ്വാനിച്ച് ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഹൈർ അതാണ്. അതുകൊണ്ട് സന്തോഷിക്കുക, മനസ്സ് സമാധാനിക്കുക. മറ്റുള്ളവരെ അങ്ങനെ കഴിയാത്തൊരാൾ ഒരു സഹായം ചോദിക്കുന്നുണ്ടെങ്കിൽ അവരെ പരിഹസിക്കാതിരിക്കുക. അതോടൊപ്പം ഇതും കൂടെ ചെയ്യണം. നല്ല ജീവിതമാണ്. കാരണം നമ്മൾ അധ്വാനിക്കുക, നമ്മളെ കയ്യിൽ കിട്ടുന്ന വരുമാനം കൊണ്ട് നമ്മളെ കുടുംബം നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുക, അഭിമാനത്തോടെ ജീവിക്കുക. അതേ അടുത്ത് എനിക്ക് എന്തെങ്കിലും ഒരു സഹായം തരുമോ എന്ന് ചോദിക്കണവരെ നമ്മൾ ആട്ടി ഓടിക്കാതെ ഇരിക്കുക. ഇത് രണ്ടും നമ്മൾ കൊണ്ടുപോകേണ്ടതാണ്. പിന്നെ നമ്മൾ അധ്വാനിച്ചിട്ടാണ് ജീവിക്കുന്നത് എന്ന് പറയുന്നത് ഞാനാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ഒന്ന് തട്ടി വീണാൽ തീരാവുന്നതേ ഉള്ളൂ. നമ്മളുടെ ഇത്രയും വലിയ കാരണം ഞാൻ ഇങ്ങനെയാണ് ജീവിക്കുന്നത്, ഇങ്ങനെയേ ജീവിക്കുള്ളൂ എന്ന് പറയാൻ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഇങ്ങനെയാണ് ജീവിക്കുന്നത്, ഇനിയും ഞാൻ അങ്ങനെ ജീവിക്കുന്നു നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇതുവരെ ഞാൻ ഇങ്ങനെ ജീവിച്ചു എന്ന് പറയാം, ഇനിയും ഞാൻ അങ്ങനെ ജീവിക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ നടന്നു പോകുന്ന വഴികളിൽ ഒരു തട്ടി വീണ് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾക്കും ആരോടെങ്കിലുമൊക്കെ സഹായം ചോദിക്കേണ്ടി വരാം. വരാതിരിക്കട്ടെ. എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും കഴിയുമെങ്കിൽ സഹായിക്കുക, കഴിയില്ല എന്നുണ്ടെങ്കിൽ ഒഴിഞ്ഞ് മുണ്ടാതിരിക്കുക. മുണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ അടങ്ങിയിരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. വെറുതെ വിടുക. നമ്മൾക്ക് വേറെ എത്രയോ കണ്ടന്റ് ഉണ്ട്, അതെടുക്കാമല്ലോ. ഈ മറ്റേ എന്താ ഈ പറയണല്ലേ, ആളെ കുത്തിയ ചേരയും കടിക്കുന്നു പറയണ മാതിരി ഒരു മനുഷ്യൻ വേദനിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ വീണ്ടും വീണ്ടും പോയി നമ്മൾ വേദനിപ്പിക്കുന്നത് എന്തിനാണ്? അതുകൊണ്ട് നമുക്ക് ഉണ്ടാകാൻ പോകുന്ന നേട്ടം എന്താണ്? അതൊക്കെ മോശമല്ലേ? അതും ഒരു പരിശുദ്ധമായ റമളാൻ മാസത്തിൽ ഒരു നന്മ ചെയ്താൽ 70,000 പുണ്യവും ഒരു തിന്മ ചെയ്താൽ 70,000 ശിക്ഷയുമുള്ള ഈ മാസത്തിൽ നമ്മൾ നന്മ ചെയ്തില്ലെങ്കിലും പുണ്യം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നൂടെ? വാക്കുകൊണ്ടെങ്കിലും. അതല്ലേ നല്ലത്. ഒരുപക്ഷെ ഈ വീഡിയോ വന്ന് വെളിയിൽ വരുമ്പോൾ ചിലപ്പോൾ ചോദിച്ചേക്കാം, ഏതാ ഇങ്ങനെ ഒരു അവതാരം എന്ന് ചോദിക്കാം. അത് ചോദിച്ചിട്ടുണ്ട് 2-3 പ്രാവശ്യം. പക്ഷെ ഞാൻ പ്രതികരിക്കാൻ പോയിട്ടില്ല. കാരണം എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന നന്മകൾ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നെക്കൊണ്ട് ആർക്കും സഹായിക്കാൻ നിവൃത്തിയില്ല. പക്ഷെ സഹായിക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞാലും എന്നെക്കൊണ്ട് പറ്റാവുന്നത് ഞാൻ ചെയ്യുന്നുണ്ട്. അത് ഞാൻ വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ പബ്ലിക്കാക്കാനോ ഇതൊന്നും ഞാൻ തയ്യാറില്ല. എന്നെക്കൊണ്ട് പറ്റുന്നത്, എനിക്ക് കിട്ടുന്നത് ഞാൻ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും ചെയ്യുന്നുണ്ട്. എന്നെക്കൊണ്ട് പറ്റാവുന്നത് ഞാൻ ചെയ്യുന്നുണ്ട്, എനിക്ക് കിട്ടുന്നത് ഞാൻ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഞങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ചു വന്നവരാണ്. ആ ജീവിതമൊന്നും ഇന്നൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റാത്തത്ര വേദനകൾ മനസ്സിലുണ്ട്. ഒരുപാട് വേദനകൾ. അതുകൊണ്ടാണ് മറ്റൊരാളെ കുത്തി നോവിക്കുന്നത് നമ്മൾ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫീലാകണത്. കാരണം ഈ രംഗങ്ങളൊക്കെ കഴിഞ്ഞാണല്ലോ നമ്മൾ വന്നത്. അതുകൊണ്ട് അപ്പോൾ എനിക്ക് കൂടുതലൊന്നും പറയല്ല. ആ മക്കൾ നിരപരാധികളല്ലേ, അവർക്ക് ഇതൊന്നും അറിയൂല. അങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഉണ്ടായിരുന്നു, ഇത്ര മക്കൾ മതിയായിരുന്നു, അത്ര മക്കൾ മതിയായിരുന്നു,
അവനവൻ്റെ മക്കളെ ബാധ്യത അവനവൻ്റെ തന്നെയാണ്, മറ്റുള്ളവർക്കല്ല. സോഷ്യൽ മീഡിയയിൽ വന്ന് സഹായം ചോദിച്ചിട്ടല്ല മക്കളെ വളർത്തുക. റിഷ ചോദിച്ചതായിട്ട് എനിക്കറിയില്ല. എൻ്റെ മക്കൾക്ക് ചെലവിന് കൊടുക്കാനില്ല, എനിക്ക് ചെലവിന് എൻ്റെ മക്കൾക്ക് ചെലവിന് തരണം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തതായിട്ട് എനിക്കറിയില്ല. ജപ്തി വന്നു, വീട് ഇങ്ങനെയായി, എന്തെങ്കിലും സഹായം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. സിലു വന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, 24 ചാനലും റിപ്പോർട്ടർ ചാനലും രണ്ട് നല്ല സോഷ്യൽ മീഡിയ ചാനലാണ്. സോഷ്യൽ മീഡിയ അല്ലേ, മറ്റേ വാർത്താ ചാനലുകളാണ്. ഈ രണ്ട് ചാനലുകളും ഇതുമാതിരിയുള്ള പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. കാരണം നമ്മളെ ഈ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്ന അതേമാതിരിയുള്ള ചാരിറ്റികൾ ഈ രണ്ട് ചാനലും ചെയ്യുന്നുണ്ട്. അവർ ചില സമയത്തുകളിൽ ഈ ജപ്തി ആയിട്ട് അവറ്റങ്ങൾ വീട്ടിലേക്ക് കയറി വരുന്നതിൻ്റെ മുമ്പ് ചിലപ്പോൾ ഈ വീടും പൂട്ടിയിട്ട് സീലും വെച്ചിട്ട് അവർ പോയിട്ടുണ്ടാവും. അത് നാട്ടുകാരൊക്കെ തല്ലി ഉടച്ച് മെമ്പറും കൂടി ഒന്ന് തല്ലി ഉടച്ച് അറ്റങ്ങളെ വീട്ടിൻ്റെ അകത്ത് കയറ്റി ഇരുത്തിയതിന് ശേഷമാണ് അതിന് തീരുമാനം ഉണ്ടാക്കുന്നത്. അതേമാതിരി 24 ചാനലും ഈ റിപ്പോർട്ടർ ചാനലും ഈ മക്കളേറ്റ് കഷ്ടപ്പെടുന്നവർക്ക്, സ്ഥലമില്ലാത്തവർക്ക്, വീടില്ലാത്തവർക്ക് അങ്ങനത്തെ ഉപകാരങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അവരുടെ ഇടയിലൊന്നും ഇത്ര വലിയൊരു കുസുമ്പും കുന്നായ്മയും ഞാൻ കാണുന്നില്ല. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ വരുമ്പോഴാണ് അത് ഒരുപാട് പ്രശ്നങ്ങളായി. കാരണം ഇവർ പറയുന്നത് ഇത് വെച്ച് മുതലെടുപ്പ് നടത്തുക എന്നുള്ളതാണ്. മുതലെടുപ്പ് നടത്തണ്ട, അതൊക്കെ അന്വേഷിച്ചിട്ടല്ലേ എല്ലാവരും കൊടുക്കുമോ. അല്ലാതെ ആരിപ്പോൾ നമ്മളെ കയ്യിലിരിക്കണ പൈസ എടുത്ത് വെറുതെ റോട്ടിൽ പോകുന്നവനെന്നാന്നും പറഞ്ഞ് ആരെങ്കിലും അങ്ങ് കൊടുത്തു വിടുമോ? എല്ലാവരും അന്വേഷിച്ചിട്ട് തന്നെയാണ് കൊടുക്കുക. പിന്നെ നമ്മളെക്കൊണ്ട് പറ്റുന്ന വാക്കുകൊണ്ടെങ്കിലും പറ്റുന്ന നന്മ ചെയ്യാന്നല്ലാതെ തിന്മകൾ ചെയ്യാൻ പോകല്ലേ മക്കളെ. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊന്ന് തട്ടി വീണ് കഴിഞ്ഞാൽ നമ്മളെ പിന്നെ പറയാൻ ഒരുപാട് ആളുകളുണ്ടാവും. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് കൂടെ നിന്ന് സപ്പോർട്ട് പറയാൻ ആളുണ്ടാവും. നമ്മളൊന്ന് വീണ് കഴിയുമ്പോൾ നമ്മളെ പറയാനായിരിക്കും ഇഷ്ടംപോലെ ആളുകളുണ്ടാകുക, ഇതേ സോഷ്യൽ മീഡിയ തന്നെ. അതുകൊണ്ട് നമ്മൾക്ക് ആരെയും ഉപദ്രവിക്കാതെ, ആരെയും ദ്രോഹിക്കാതെ, നമ്മളും ഒരുപാട് പരിഹാസപാത്രമാകാതെ ഒരു ലെവലിൽ അങ്ങനെ പോകുന്നതായിരിക്കും നമുക്ക് നല്ലത് എന്ന് എൻ്റെ അഭിപ്രായം കേട്ടോ. എൻ്റെ വ്യക്തിത്വമാണ് ഞാൻ പറയുന്നത്. എന്നെപ്പോലെ ആകണം മറ്റൊരാളെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമൊന്നുമല്ല. എനിക്കേ എന്നെപ്പോലെ ആകാൻ പറ്റുമോ, മറ്റൊരാൾക്കും മറ്റൊരാളെ പോലെ ആകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും റിഷ മൊയ്തു ഫാമിലി ചാനലിൽ ആ കുടുംബത്തിനെ ഒരുപാട് കുത്തി നോവിക്കല്ലേ എന്ന് അപേക്ഷിച്ചു കൊണ്ടിട്ട് ഞാൻ വീഡിയോ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.